ആ സന്തോഷമാണ്. ആ ആ എത്ര സന്തോഷമായി. ഉം. എത്ര വർഷം പഴക്കമുണ്ടായിരുന്നു ഈ പട്ടയ പ്രശ്നം? ആ ഇത് അമ്മയുടെ കൂടെ ആരാ വന്നേക്കുന്നത്? മോളുണ്ട്, ഞങ്ങളെല്ലാം അടുത്തുള്ളതാണ്. ഇത് ഞങ്ങളുടെ അമ്മയാണ്. ഞങ്ങൾ 100 വർഷമായിട്ട് അവിടെ താമസിക്കുന്നവരാണ്. 100 വർഷമായിട്ട് ഞങ്ങൾ പല പല പ്രാവശ്യമായിട്ട് ഇതിനു വേണ്ടി ഒത്തിരി ഓടി നടന്നതാണ്. പക്ഷേ ഇപ്പം ഞങ്ങൾക്ക് സാധിച്ചു. വളരെ സന്തോഷം. ഓ തീർച്ചയായിട്ടും ഞങ്ങളുടെ പാർട്ടിയല്ലേ, ഞങ്ങളതിന് വേണ്ടി ജീവൻ കളയും. കിട്ടി ഞങ്ങൾക്ക് 11 പേരുണ്ട്. ഇതുകൊണ്ട് ഞങ്ങൾക്ക് പണ്ടൊക്കെ ഞങ്ങൾ ഒരു വില്ലേജിൽ പോകാനോ ഒരു ബ്ലോക്കിലോ ഒരു അവസരം ഞങ്ങൾക്ക് നടക്കത്തില്ലായിരുന്നു. ഒരു സർക്കാർ ഓഫീസിന് എന്ത് ചെയ്യാൻ ഞങ്ങളെ ഒഴിച്ചു വിടുമായിരുന്നു. അപ്പോൾ അതെല്ലാം ഞങ്ങൾക്ക് മാറി കിട്ടി. സന്തോഷം വലിയ നന്ദി. സന്തോഷം. ഇതിക്കുള്ള എന്ത് ഞങ്ങൾക്ക് വേണ്ടി ചെയ്യാനുള്ളത്? ഇതിക്കുള്ള അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നത് ഞങ്ങൾക്ക് വേണ്ടി. വളരെ സന്തോഷമാണ്. അപ്പനപ്പന്മാർക്ക് കിട്ടാത്ത ഭാഗ്യം ഞങ്ങളുടെ ഇളം തലമുറയായ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ലഭിച്ചു. അതിന് വളരെ വളരെ സന്തോഷമുണ്ട്. 105 വർഷമായിട്ട് ഞങ്ങളിവിടെ സ്ഥിരം താമസിക്കുന്നവരാണ്. ഞങ്ങളുടെ തലമുറ, ഞങ്ങളുടെ അപ്പനപ്പന്മാരെല്ലാം മരിച്ചുപോയി. എന്നാലും ഞങ്ങളുടെ ഇളം തലമുറയ്ക്കായ ഞങ്ങൾക്ക് കിട്ടിയതിന് വളരെ സന്തോഷമുണ്ട്. ഒരിക്കലും മറക്കാത്ത ഒരു ഓർമ്മയായിട്ട് വീണ ജോർജ് MLA മന്ത്രി ഞങ്ങളുടെ ഒപ്പം ഇനിയും കാണും. ഞങ്ങളും അതുപോലെ കൂടുണ്ട്. ഹൃദയത്തിലെ ഉറപ്പ്. ആ ഹൃദയത്തിൽ തന്നെ തീർച്ചയായിട്ടും. ഞങ്ങളുടെ ഓരോ കാര്യത്തിനും മന്ത്രി ഞങ്ങൾക്ക് മുന്നിട്ട് 10 വർഷമായിട്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചതാണ്. ഈ മന്ത്രിയെ തന്നെ ഞങ്ങൾ ഇനിയും ഞങ്ങൾക്ക് കഴിവുള്ളത് ഞങ്ങൾ നേടിക്കൊടുക്കും. ഞങ്ങൾക്ക് വളരെ സന്തോഷം. ഞങ്ങൾക്ക് 100 വർഷമായിട്ട് പട്ടയം കിട്ടാതിരുന്നിട്ട് ഞങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ LDF സർക്കാർ വളരെയധികം ഞങ്ങളുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് പട്ടയം വാങ്ങിച്ചു തന്നു. ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്.